അടുത്തത് ഈ രാമായണ നവാഹയജ്ഞത്തിൻ്റെ യജ്ഞാചാര്യനായിക്കൊണ്ട് രാമകഥ അതിൻ്റെ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണത് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് സവിസ്തരം ഉദാഹരണ സഹിതം രസകരമായിട്ട് നമ്മുടെ എല്ലാം മനസ്സുകളിലേക്ക് എത്തിച്ചത് ശ്രീ കൊന്നിയൂർ PPM ജിയാണ്. അദ്ദേഹത്തെ നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജയ് സീതാരാം. കരുണാകരുണാകരിതാത്മനി നരാനുഗ്രഹരൂപായ ഗുരുവേ കുസുമാഞ്ജലി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം അതിനുള്ളൊരു അവസരമല്ല. ഇവിടെ ആരാധ്യരായവര് എല്ലാം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. അഭിപ്രായങ്ങൾ, അവരുടെ ചിന്തകളെ ഞാൻ അവരെല്ലാം വിമർശനം ചെയ്തു. അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, നമ്മൾ രാമനോടൊത്ത് 9 ദിവസം സഞ്ചരിച്ചു. ആ രാമനിൽ നിന്ന് നമുക്ക് എന്ത് സ്വീകരിക്കാൻ സാധിച്ചു? അഥവാ എന്തെങ്കിലും സ്വീകരിക്കാൻ സാധിച്ചെങ്കിൽ അത് വരുന്ന തലമുറയിലേക്ക് നമ്മളിങ്ങനെ പകർന്നു കൊടുക്കും. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളോ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ പരംപൂജ്യ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരോ പലതും സ്വീകരിച്ചിരുന്നു. അവർ പകർന്ന് തന്നു. അതുകൊണ്ടാണ് നമ്മള് ആ മഹാപ്രഭുക്കളുടെ വാനര സേനയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് പകർന്നു കൊടുക്കാനുണ്ട്? പൂർവ്വസൂരികള് പകർന്നു തന്ന മഹത്തായ ഒരു ചൈതന്യം, ഒരു സംസ്കാരം, അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. നമ്മളത് രാമായണത്തിന്റെ മാധ്യമത്തിൽ കൂടി ആയിക്കോട്ടെ, ഇതര ഗ്രന്ഥങ്ങളുടെ മാധ്യമത്തിൽ കൂടി ആയിക്കോട്ടെ. കാരണം ഒരു ഗ്രന്ഥമല്ലല്ലോ രാമായണം തന്നെ, ഭാഗവതം തന്നെ ഭാരതം. എന്നിരുന്നാലും വേഗം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കഥ അവതരിപ്പിച്ചിരിക്കുന്നത് രാമായണത്തിലായതുകൊണ്ട് ആ രാമന്റെ മാധ്യമത്തിൽ കൂടി നിങ്ങൾ സ്വീകരിച്ച ആ സംസ്കാരം നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് എങ്ങനെ പകർന്നു കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഇവിടെ നിന്ന് 2-3 ദിവസം കൊണ്ട് പറയുന്നുണ്ടല്ലോ, അധർമ്മം തൊട്ട് തീണ്ടാത്ത ഒരു ഗൃഹസ്ഥ ജീവിതം നയിക്കാൻ ആദ്യം എല്ലാവരും തയ്യാറാകണം. അതിന്റെ മാധ്യമത്തിൽ വരുന്ന തലമുറകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും ഒരു കാര്യത്തിൽ വളരെ നിർബന്ധമുണ്ട്. ഇന്നത്തെ ടീനേജിനോട് പറഞ്ഞാൽ അനുസരിക്കും. എനിക്കതുകൊണ്ടൊരു നിർബന്ധമുണ്ട്. അവരെ കൊണ്ട് അച്ഛന്റെ അമ്മയും കാല് തൊട്ട് തൊഴിയിക്കണമെന്ന്. പലരും പറയും കുട്ടികൾ പറഞ്ഞാൽ കേൾക്കത്തില്ല സ്വാമി. ആര് പറഞ്ഞു? അത് പറഞ്ഞു നോക്കൂ, കേൾക്കുമോന്നറിയാം. ഞാനിവിടെ കാല് തൊട്ട് തൊഴാൻ പറഞ്ഞ കുട്ടികൾ ആരും തന്നെ നോ എന്ന് പറഞ്ഞില്ല. അവരെല്ലാം തൊട്ട് തൊഴുതു. അപ്പൊ അവർ തൊഴാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി ഒരു ശിക്ഷണം എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക എന്നുള്ളതല്ല ശിക്ഷണം എന്നുള്ള വാക്ക്. അതിനുവേണ്ടി അനുകൂലമായ ഒരു പരിചരണം, ഒരു പരിശീലനം നമ്മൾ കൊടുക്കുന്നില്ല. അത് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്തവ്യ ബോധത്തോടു കൂടിയും സംസ്കാരത്തിനോടും പൈതൃകത്തോടും പാരമ്പര്യത്തോടും ഒക്കെ ഒരു മമതയുള്ളവരാക്കി എടുക്കാൻ നമുക്ക് ഈ രാമായണത്തിന് കൂടെയുള്ള യാത്ര കൊണ്ട് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് ചേർത്ത് നിർത്തി അവർ നാളെ നമ്മളെ കൊണ്ട് ഡംപ് ചെയ്യുന്ന രീതിയിലുള്ള സംസ്കാരം കൊടുക്കാതെ അവർ നമ്മളെ ചേർത്ത് നിർത്തുന്ന രീതിയിൽ അവരെ സ്നേഹിക്കുക, അവരിൽ കൂടി രാമായണം പ്രചരിക്കുക, അവരിൽ രാമന്മാരുണ്ടാകുക, അവർ ഈ രാമരാജ്യത്തിന്റെ അധിപനാകുക. ഇത് വലിയൊരു സ്വപ്നമാണ്. അത് സാധിക്കും. സാധിച്ചതിന്റെ പല ഭാഗങ്ങളാണല്ലോ. ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതിയൊക്കെ രഥയാത്ര തുടങ്ങിയപ്പോൾ വെച്ച പല ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ആ ഡിമാൻഡ് ഒന്നുമില്ല. കാരണം വെച്ച ഡിമാൻഡുകൾ ഇന്ന് സാധിച്ചു, ഒരു സംശയവും എന്ന് പറഞ്ഞത് കൊടുക്കുക. നമുക്ക് ചില ഡിമാൻഡുകളുണ്ട്. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ആവശ്യമില്ലാതെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങളിൽ കൊണ്ട് കുഞ്ഞുങ്ങളെ ചാടിക്കാതെ
പല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ഉപദേശിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി വളർത്തുക. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഈ ക്ഷേത്രത്തിന്, ആശ്രമത്തിന്, പരിസരം ഇവിടെ ജീവിക്കുന്നവരും കൂടി അറിഞ്ഞോ അറിയാതെ ഭാഗ്യം ചെയ്തു. കാരണം രാമായണത്തിൽ തന്നെ പറയുന്നത് അത് കേൾക്കുക, പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ മതി. എന്തായാലും ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെന്ന് മാത്രമല്ല പക്ഷിമൃഗാദികളും കൂടി രാമനാമത്തിന്റെ ആ കിളിപ്പാട്ട്, ആ ആലാപനം കഴിഞ്ഞ 9 ദിവസം കൊണ്ട് കേൾക്കുന്നുണ്ട്. അവരോട് സംശുദ്ധരായ സ്ഥിതിക്ക് ഈ മണ്ണ് പുണ്യഭൂമിയായി തീർന്നിരിക്കുകയാണ്. ഇവിടെയുള്ള നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനായിട്ട് വീണ്ടും വീണ്ടും ധാരാളം ജനങ്ങളോട് പറഞ്ഞു വലിയൊരു സമൂഹത്തെ ഉണ്ടാക്കി ഈ ക്ഷേത്രത്തിന്റെ ഈ ആശ്രമത്തിന്റെ ഒരു നിർവിഘ്നമായ പ്രവർത്തനത്തിന് നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുക്കണം. ഞാനതിന് മുന്നേ പറഞ്ഞതാണ്, നമ്മുടെ ആശാ കേന്ദ്രമായിരിക്കണം നമ്മുടെ ക്ഷേത്രം അഥവാ നമ്മുടെ ആശ്രമം. ആ രീതിയിൽ ആ ഒരു പ്രത്യേക മമതയോടുകൂടി രാമായണത്തിന്റെ മാധ്യമത്തിൽ കൂടി ഇവിടെ എത്തി ആ ആചാര മര്യാദകൾ പഠിച്ച് നമ്മൾ വെളിയിലിറങ്ങി പകർന്നു കൊടുക്കാൻ സാധിക്കണം. സ്വാമിജി തൃപ്പാദങ്ങൾ ചെങ്കോട്ട് കോണത്തിൽ ആദ്യകാലത്ത് പറഞ്ഞെങ്കിലും ഇവരൊക്കെ ചെങ്കോട്ട് കോണത്തൊന്ന് കേട്ടവരാണ്. അത് കഴിഞ്ഞാണ് ഇവർ സൊസൈറ്റിയിലെ സമൂഹത്തിലേക്ക് ഇറങ്ങിയത് പ്രചരിപ്പിക്കാൻ. അതുപോലെ ഇവിടെ കേൾക്കുന്നത് വെളിയിൽ മറ്റൊരാളുടെ വിദ്വേഷം കൊണ്ടോ വൈരാഗ്യത്തിനോ കോപപ്പെട്ടിട്ടോ അല്ലാതെ രാമന്റെ മഹാത്മ്യം പ്രചരിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം. അങ്ങനെ രാമമയമായി രാമഭൂമിയായി മാറാൻ നിങ്ങളെല്ലാവരും തയ്യാറെടുക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എൻ്റെ ഗുരുനാഥൻ പരംപൂജ്യ സന്തസ്വാമി കൃഷ്ണാനന്ദ ഞാൻ രാത്രി വിളിച്ചിരുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവിടെയും ഇത് കണക്ക് അവിടെ പിന്നെ ഇത് കണക്കല്ല കുറച്ച് വലിയ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ രാമായണം ഒരു ഭാഗത്ത് നടക്കും, ഒരു ഭാഗത്ത് ഭാഗവതം നടക്കും, ഒരു ഭാഗത്ത് ശിവപൂജ നടക്കും, മറ്റൊരിടത്ത് മറാഠി രാമായണം നടക്കും. ഇതെല്ലാം അവിടെ ഓഡിയൻസ്, ആശ്രമത്തിൽ ഓഡിയൻസ് അല്ലല്ലോ പ്രധാനം, ഭഗവത് ആരാധനയാണ്. അതൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ബോംബെക്ക് വരാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ വരിക. ആശ്രമത്തിൽ ഒരാഴ്ച നിന്നിട്ട് നിങ്ങളുടെ സുജനങ്ങളോ ബന്ധുക്കളോ ഒക്കെ ബോംബെയിലുണ്ടെങ്കിൽ പറയുക ഇത് നമുക്ക് അവിടുത്തെ ഒരു ആശ്രമം, ഇവിടുത്തെ ഞങ്ങളുടെ ആശ്രമത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് അവരോടൊക്കെ പറയുക. നിങ്ങളൊക്കെ കഴിയാൻ സാധിക്കുന്നവരൊക്കെ ആശ്രമത്തിലേക്ക് വരിക. പിന്നെ സ്വാമിജി പറഞ്ഞതുപോലെ രാമനാമത്തിനോടൊപ്പം ലളിത സഹസ്രനാമം ഇവിടെ പിന്നെ പറയണ്ട. ഇതിനകത്ത് നിങ്ങൾ പോകുന്നിടത്തുകൂടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. നമ്മുടെ ആശ്രമം കോടിയർച്ചന കഴിഞ്ഞു, ശതകോടി അർച്ചന കഴിഞ്ഞു. ഇനി വലിയൊരു മിഷൻ എന്ന് പറഞ്ഞാൽ സഹസ്ര കോടി അർച്ചനയാണ്. അതിനാണ് ഞങ്ങൾ ഈ നാടിന്റെ എല്ലാ ഭാഗത്തും പോയി ഇന്ത്യയിലും മലയാളത്തിലും മറ്റു ഭാഷകളിലും ഒക്കെ പറഞ്ഞ് ഓരോരുത്തരെ പഠിപ്പിക്കും. ഒരു സ്പിരിച്വൽ വേൾഡ് സ്പിരിച്വൽ ഗ്ലോബൽ സ്പിരിച്വൽ റിവല്യൂഷൻ ത്രൂ ലളിത സഹസ്രനാമ. റിവല്യൂഷനൊക്കെ അവന് മാത്രം പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് പറ്റും. അത് പക്ഷേ സ്പിരിച്വൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മൾ എല്ലാവരും നമ്മുടെ കുട്ടികളെ ലളിത സഹസ്രനാമം പഠിപ്പിക്കാനും അർത്ഥവ്യാഖ്യാനം ചെയ്യാനും എല്ലാം പഠിക്കുക. ആശ്രമത്തിനുള്ള സൗകര്യമുണ്ട്. ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളുടെ അനുഗ്രഹമുണ്ട്. അദ്ദേഹം ശ്രദ്ധയോടുകൂടി നയിക്കുന്നുമുണ്ട്. അപ്പം നിങ്ങളോട് പ്രത്യേകിച്ച് പറയണമെങ്കിലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പറയാനുള്ളത് അച്ഛനെയും അമ്മയും ബഹുമാനിക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുക. രാവിലെ കുട്ടികൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ കാല് തൊട്ട് നമസ്കരിക്കാൻ നിർബന്ധപൂർവ്വം പറയണം. ആ പറയുന്നത് ആ കുട്ടികൾക്ക് പിന്നീട് വലിയൊരു അസറ്റായിട്ട് മാറും, ഒരു സമ്പാദ്യമായിട്ട് മാറും. അതുകൊണ്ട് അതിലൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ കുട്ടികളുടെ ശത്രുത ഉണ്ടെങ്കിൽ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതുക. ശത്രുത ഇല്ലെങ്കിൽ 5 മണിക്ക് 2 അടി കൊടുത്ത് എഴുന്നേൽപ്പിക്കുക. ശത്രുത ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞു ക്ഷീണിച്ച് ഉറങ്ങിപ്പോയിട്ടെന്ന് പറയണം. ശത്രുതയില്ലാതെ എൻ്റെ കുഞ്ഞ് വളർന്നു വന്നിട്ട് അതിന് പല കാര്യം ചെയ്യാനുണ്ടെന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ 5 മണിയാകുമ്പോൾ കിടക്കയിൽ വലിച്ച് തലയിലിടണം. എന്നാലും വേണ്ടിയില്ല, ഉണർത്തണം. ഒരാഴ്ചയ്ക്കേ പ്രശ്നമുള്ളൂ. പിന്നെ അവന് നേരെയാവും. പിന്നെ അവന് ജീവിതം അവൻ്റെതായ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ആലോചിക്കും, എൻ്റെ അച്ഛൻ ചെയ്തത്, എൻ്റെ അമ്മ ചെയ്തത് എന്ത് ഉപകാരമായി. ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നെങ്കിലും അങ്ങനെ ഒരു ശിക്ഷണം കൂടി കിട്ടിയതിൻ്റെ പേരിലാണ് ഇതിനോടൊരു മമത തോന്നിയത് ചെറിയ പ്രായത്തിൽ. അങ്ങനെ അവർക്കൊരു ജീവിതം നഷ്ടമാകുന്ന ഒരു സംസ്കാരം പകർന്നു കൊടുക്കാതെ ജീവിതത്തെ വിലപിടിപ്പുള്ളതായിട്ട് കണ്ടുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാനുള്ള അവസരം മാതാപിതാക്കൾ ഒരുക്കണം, ഗൃഹസ്ഥർ ഒരുക്കണം. അവരും അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് എന്തായിരുന്നാലും നല്ലൊരു രാമരാജ്യത്തിനായി നല്ലൊരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ജനതയാകട്ടെ. അതിനുവേണ്ടി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അങ്കണത്തിൽ വന്ന് ആ പരമഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് നാമം ജപിക്കാനും ഒക്കെ അവസരം കിട്ടിയതിനെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ഭഗവാന്റെ മഹാത്മ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് സീതാറാം. നമ്മുടെ സംസ്കാരം വരുന്ന തലമുറയ്ക്ക്